എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. രാജസ്ഥാൻ റോയൽസിനെതിരായ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ഹൃദയഭേദകമായ ഈ കനത്ത പരാജയത്തിനു ശേഷം ക്രിക്കറ്റ് ലോകത്തെങ്ങും മുഴങ്ങിക്കേൾക്കുന്നത് ഒരേ ഒരു പേര് മാത്രമാണ്: വൈഭവ് സൂര്യവംശി. മത്സരത്തിൽ വൈഭവ് അഴിച്ചുവിട്ടത് സമാനതകളില്ലാത്ത ഒരു ബാറ്റിംഗ് കൊടുങ്കാറ്റായിരുന്നു. രാജസ്ഥാന്റെ വിജയം അത്രമേൽ എളുപ്പമാക്കിയ ആ മാസ്മരിക പ്രകടനത്തിനു മുന്നിൽ ചെന്നൈയുടെ ലോകോത്തര ബോളർമാർ അക്ഷരാർത്ഥത്തിൽ നിസ്സഹായരായി തലകുനിച്ചു. എന്നാൽ യഥാർത്ഥ നാടകീയത അരങ്ങേറിയത് മത്സരം അവസാനിച്ചതിനു ശേഷമാണ്. സ്വന്തം മുൻ ടീമായ രാജസ്ഥാനോട് പരാജയം ഏറ്റുവാങ്ങിയ ചെന്നൈ താരം സഞ്ജു സാംസൺ മൈതാനത്ത് വെച്ച് വികാരധീനനായി പൊട്ടിക്കരഞ്ഞ നിമിഷം കാണികളുടെ നെഞ്ചിലാകെ ഒരു വിങ്ങലായി മാറി. ആ കണ്ണുകളിൽ തോൽവിയുടെ ആഴമേറിയ വേദന മാത്രമല്ല, എതിർ ടീം കളി പൂർണ്ണമായും തങ്ങളുടെ കൈപ്പിടിയിൽ ഒതുക്കിയതിന്റെ നിസ്സഹായത കൂടിയുണ്ടായിരുന്നു. എന്നാൽ ആ കണ്ണുനീർ തുടച്ചുകൊണ്ട് വൈഭവ് സൂര്യവംശിയെയും ഇതിഹാസ താരം MS ധോണിയെയും കുറിച്ച് സഞ്ജു നടത്തിയ വെളിപ്പെടുത്തലുകൾ കേട്ടാൽ നമ്മൾ ശരിക്കും അമ്പരന്നു പോകും. 2026 IPL സീസണിലെ ആവേശകരമായ മൂന്നാമത്തെ പോരാട്ടത്തിലാണ് ചെന്നൈ സൂപ്പർ കിങ്സും രാജസ്ഥാൻ റോയൽസും നേർക്കുനേർ വന്നത്. ടോസ് നേടിയ രാജസ്ഥാൻ നായകൻ ഒട്ടും മടിക്കാതെ ബൌളിംഗ് തെരഞ്ഞെടുക്കുകയും ബാറ്റിംഗിനായി ചെന്നൈ ടീമിനെ മൈതാനത്തേക്ക് ക്ഷണിക്കുകയും ചെയ്തു. ചെന്നൈക്ക് വേണ്ടി ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്യാൻ ക്രീസിലെത്തിയത് നായകൻ കൂടിയായ ഋതുരാജ് ഗേക്വാദും മലയാളി താരം സഞ്ജു സാംസണുമായിരുന്നു. തുടക്കം അല്പം ശ്രദ്ധയോടെയായിരുന്നെങ്കിലും രാജസ്ഥാൻ ബോളർമാർ കൃത്യമായ ലൈനിലും ലെങ്തിലും പന്തെറിഞ്ഞ് ചെന്നൈ ബാറ്റർമാരെ വരിഞ്ഞുമുറുക്കി. സ്കോർ ബോർഡ് ചലിച്ചു തുടങ്ങും മുൻപേ വെറും 6 റൺസ് എടുത്ത സഞ്ജു സാംസനെ പുറത്താക്കിക്കൊണ്ട് രാജസ്ഥാൻ ചെന്നൈക്ക് ആദ്യ പ്രഹരം നൽകി. ആ ഞെട്ടലിൽ നിന്നും മുക്തരാകുന്നതിനു മുൻപ് തന്നെ അധിക നേരം പിടിച്ചു നിൽക്കാനാവാതെ ഋതുരാജ് ഗേക്വാദും മടങ്ങിയതോടെ ചെന്നൈ ക്യാമ്പ് അക്ഷരാർത്ഥത്തിൽ വിറച്ചു. സ്കോർ ബോർഡിൽ വെറും 20 റൺസ് എത്തുന്നതിനിടെ 2 വിലപ്പെട്ട വിക്കറ്റുകളാണ് അവർക്ക് നഷ്ടമായത്. പിന്നീട് ക്രീസിലെത്തിയ യുവതാരം ആയുഷ് മഹാത്രെ അക്കൗണ്ട് തുറക്കാതെ തന്നെ മടങ്ങിയതോടെ ചെന്നൈയുടെ നില കൂടുതൽ പരുങ്ങലിലായി. ഒപ്പം മധ്യ ഓവറുകളിൽ സ്പിന്നർമാർ റൺസ് വിട്ടുകൊടുക്കാതെ കടുത്ത സമ്മർദ്ദം സൃഷ്ടിച്ചുകൊണ്ടിരുന്നു. വിക്കറ്റുകൾ ചീട്ടുകൊട്ടാരം പോലെ വീഴുന്നതായിരുന്നു ആ ഘട്ടത്തിൽ. അവസാന ഓവറുകളിൽ ജാമി ഓവർടൺ നടത്തിയ ഒറ്റയാൾ പോരാട്ടം മാത്രമാണ് ചെന്നൈക്ക് അല്പമെങ്കിലും ആശ്വാസമായത്. വെറും 36 പന്തുകളിൽ നിന്ന് 43 റൺസ് അടിച്ചുകൂട്ടിയ അദ്ദേഹത്തിന്റെ ബാറ്റിൽ നിന്നും പിറന്ന ചില കണ്ണഞ്ചിപ്പിക്കുന്ന ബൗണ്ടറികൾ ടീമിനെ ഒരു ഭേദപ്പെട്ട സ്കോറിലേക്ക് നയിച്ചു. എന്നാൽ മറുവശത്ത് നിന്ന് യാതൊരു പിന്തുണയും ലഭിക്കാതെ വന്നതോടെ 19.4 ഓവറിൽ വെറും 127 റൺസിന് ചെന്നൈ സൂപ്പർ കിങ്സ് എല്ലാവരും പുറത്തായി. മറുപടി ബാറ്റിംഗിനിറങ്ങിയ രാജസ്ഥാൻ റോയൽസ് 128 റൺസ് എന്ന ചെറിയ വിജയലക്ഷ്യം പിന്തുടർന്നത് അങ്ങേയറ്റം ആത്മവിശ്വാസത്തോടെയും ആക്രമണോത്സാഹത്തോടെയുമായിരുന്നു. യശസ്വി ജയ്സ്വാളും യുവതാരം വൈഭവ് സൂര്യവംശിയും ചേർന്ന് ചെന്നൈ ബോളർമാരെ ആദ്യ ഓവർ മുതൽ തന്നെ കടന്നാക്രമിക്കാൻ തുടങ്ങി. പവർ പ്ലേയുടെ ആനുകൂല്യങ്ങൾ മുതലെടുത്തുകൊണ്ട് വൈഭവ് സൂര്യവംശി തന്റെ ബാറ്റിംഗ് വിശ്വരൂപം പുറത്തെടുത്തു. മിഡ് വിക്കറ്റിന് മുകളിലുള്ള കൂറ്റൻ സിക്സറുകളും കവറിലൂടെയുള്ള മനോഹരമായ ഡ്രൈവുകളും കൊണ്ട് അവൻ മൈതാനത്ത് വിസ്മയം തീർത്തു. ലോകോത്തര ബോളർമാർക്ക് പോലും ലൈനും ലെങ്തും ഈ യുവതാരത്തിന് മുന്നിൽ താളം തെറ്റി. മറുവശത്ത് അതിരുകടന്ന സാഹസങ്ങൾക്ക് മുതിരാതെ കൃത്യമായ ഗ്യാപ്പുകൾ കണ്ടെത്തി സ്ട്രൈക്ക് റൊട്ടേറ്റ് ചെയ്തും ഇടവേളകളിൽ ബൗണ്ടറികൾ നേടിയും യശസ്വി ജയ്സ്വാൾ ഉറച്ച പിന്തുണ നൽകി. വെറും 27 പന്തുകളിൽ നിന്ന് 52 റൺസ് അടിച്ചുകൂട്ടിയ വൈഭവിന്റെ ഇന്നിംഗ്സിൽ 5 ഗഗനചുംബിയായ സിക്സറുകളും 4 ബൗണ്ടറികളും ഉണ്ടായിരുന്നു. അവന്റെ ബാറ്റിംഗിലെ ആത്മവിശ്വാസവും ധീരതയും ചെന്നൈയെ മാനസികമായി തളർത്തി. വൈഭവ് പുറത്തായതിനു ശേഷം റൺ റേറ്റ് അല്പം കുറഞ്ഞെങ്കിലും മത്സരം പൂർണ്ണമായും രാജസ്ഥാന്റെ നിയന്ത്രണത്തിലായിരുന്നു. പിന്നീട് വന്ന ധ്രുവ് ജുറേൽ വേഗത്തിൽ 18 റൺസ് നേടി ടീമിനെ വിജയത്തിനരികിലെത്തിച്ചു. ഒടുവിൽ നായകൻ റിയാൻ പരാഗും 38 റൺസോടെ പുറത്താകാതെ നിന്നു. യശസ്വി ജയ്സ്വാൾ കൂടി ചേർന്ന് യാതൊരു സമ്മർദ്ദവുമില്ലാതെ ലക്ഷ്യം കണ്ടു. വെറും 12.2 ഓവറിൽ രാജസ്ഥാൻ ഈ മത്സരം ഏകപക്ഷീയമായി സ്വന്തമാക്കി. ഇത് വെറുമൊരു വിജയമല്ലായിരുന്നു, ഈ സീസണിൽ രാജസ്ഥാൻ എത്രമാത്രം അപകടകാരികളാണ് എന്നുള്ളൊരു മുന്നറിയിപ്പ് കൂടിയായിരുന്നു. ഈ ദയനീയ പരാജയത്തിനു ശേഷം മൈതാനത്ത് വിതുമ്പിക്കരഞ്ഞ സഞ്ജു സാംസന്റെ പ്രതികരണത്തിനായി ക്രിക്കറ്റ് ലോകം കാതോർത്തു. എന്നാൽ വൈഭവ് സൂര്യവംശിയെക്കുറിച്ചും ധോണിയെക്കുറിച്ചും സഞ്ജു പറഞ്ഞ വാക്കുകൾ കേട്ടാൽ രാജ്യം ഒന്നാകെ അദ്ദേഹത്തെ സല്യൂട്ട് ചെയ്യുകയാണ്. അങ്ങേയറ്റം വികാരഭരിതനായി സഞ്ജു പറഞ്ഞത് ഇങ്ങനെയാണ്: ഇത് തോൽവിയുടെ സങ്കടം കൊണ്ടുള്ള കണ്ണുനീരല്ല, മറിച്ച് അതിയായ സന്തോഷം കൊണ്ടുണ്ടായതാണ്. ഇന്ന് വൈഭവ് സൂര്യവംശിയുടെ ഇന്നിംഗ്സ് കണ്ട് ഞാൻ ശരിക്കും ആവേശഭരിതനായി. അവൻ ബാറ്റ് ചെയ്ത രീതി അവിശ്വസനീയമായിരുന്നു. വരും കാലത്ത് ലോക ക്രിക്കറ്റ് അടക്കി ഭരിക്കാൻ പോകുന്ന ഒരു വലിയ പ്രതിഭയെയാണ് നമ്മൾ ഇന്ന് കണ്ടത്. ഇത്ര ചെറുപ്പത്തിൽ ഇത്ര വലിയൊരു വേദിയിൽ ഇങ്ങനെയൊരു ആത്മവിശ്വാസം വളരെ അപൂർവം കളിക്കാരിലേ കാണൂ. അവൻ വെറുതെ റൺസ് അടിക്കുകയായിരുന്നില്ല, മറിച്ച് മത്സരത്തെ പൂർണ്ണമായും തന്റെ നിയന്ത്രണത്തിലാക്കുകയായിരുന്നു. യാതൊരു കൂസമില്ലാതെ ക്രീസിൽ നിന്ന് അവൻ പായിച്ച ഷോട്ടുകൾ കണ്ട് ഞാൻ ശരിക്കും അമ്പരന്നുപോയി. നാളെ ഇന്ത്യയ്ക്ക് വേണ്ടി കളിക്കാൻ പോകുന്ന ഏറ്റവും വലിയ താരങ്ങളിൽ ഒരാളായി മാറും അവനെന്നതിൽ എനിക്ക് യാതൊരു സംശയവുമില്ല.
തുടർന്ന് ടീമിന്റെ നെടുംതൂണായ സാക്ഷാൽ MS ധോണിയെക്കുറിച്ച് സഞ്ജു പറഞ്ഞ വാക്കുകൾ ആരുടെയും ഹൃദയം തൊടുന്നതാണ്. ധോണി സാറിന് കീഴിൽ കളിക്കുക എന്നത് ഏതൊരു ക്രിക്കറ്റ് കളിക്കാരന്റെയും ഏറ്റവും വലിയ സ്വപ്നമാണ്. അദ്ദേഹത്തോടൊപ്പം ഒരു ഡ്രസ്സിംഗ് റൂം പങ്കിടുന്നത് ഒരു ലോകകപ്പ് നേടുന്നതിന് തുല്യമാണ് എനിക്ക് നൽകുന്നത്. അദ്ദേഹം വെറുമൊരു കളിക്കാരനല്ല, ക്രിക്കറ്റ് എന്ന വലിയൊരു പാഠശാലയാണ്. സമ്മർദ്ദഘട്ടങ്ങളിൽ എങ്ങനെ ശാന്തത പാലിക്കണം, ശരിയായ തീരുമാനങ്ങൾ എങ്ങനെ എടുക്കണം, ഒരു ടീമിനെ എങ്ങനെ ഒറ്റക്കെട്ടായി മുന്നോട്ട് കൊണ്ടുപോകണം എന്നിങ്ങനെ ഓരോ ദിവസവും അദ്ദേഹത്തിൽ നിന്നും പുതിയ കാര്യങ്ങൾ പഠിക്കാൻ കഴിയുന്നു. അദ്ദേഹത്തിന്റെ അനുഭവസമ്പത്താണ് ഞങ്ങളുടെ ഏറ്റവും വലിയ കരുത്ത്. ഇന്നീ മത്സരം ഞങ്ങൾ പരാജയപ്പെട്ടിരിക്കാം, പക്ഷേ അദ്ദേഹത്തിന് കീഴിൽ ഞങ്ങൾ പഠിച്ച പാഠങ്ങൾ നാളെ ഞങ്ങളെ വലിയ വിജയങ്ങളിലേക്ക് നയിക്കുക തന്നെ ചെയ്യും. ക്രിക്കറ്റിൽ ജയവും തോൽവിയും സ്വാഭാവികമാണ്, എന്നാൽ അതിൽ നിന്നും നമ്മൾ എന്തുൾക്കൊള്ളുന്നു എന്നതാണ് പ്രധാനം. ഈ തോൽവിയിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊണ്ട് ഈ സീസണിൽ തന്നെ ഞങ്ങൾ ശക്തമായി തിരിച്ചുവരും. ഞങ്ങളുടെ ലക്ഷ്യത്തിന് മാറ്റമില്ല. ഞങ്ങൾ ഇവിടെ വന്നത് ചാമ്പ്യന്മാരാകാനാണ്. ഞങ്ങളത് നേടുക തന്നെ ചെയ്യും. ഈ ടീമിലെ ഓരോരുത്തർക്കും അതിനുള്ള അഭിലാഷയുമുണ്ട്. എല്ലാറ്റിനുമുപരി ധോണി സർ പോലെ ഒരു മികച്ച വഴികാട്ടിയും ഞങ്ങൾക്കൊപ്പമുണ്ട്. സഞ്ജു സാംസൺ പറഞ്ഞ ഈ വാക്കുകൾ വ്യക്തമാക്കുന്നത് ഇത് വെറുമൊരു തോൽവിയല്ല, മറിച്ച് പുതിയൊരു ചരിത്രത്തിന്റെ തുടക്കമെന്നാണ്. യുവത്വത്തിന്റെ ചോരത്തിളപ്പും പരിചയസമ്പത്തിന്റെ കരുത്തും ചേർന്നൊരുങ്ങുന്ന ആ വലിയ കുതിപ്പിനായി നമുക്ക് കാത്തിരിക്കാം. വൈഭവിനെയും ധോണിയെയും കുറിച്ച് സഞ്ജു പറഞ്ഞ ഈ ഹൃദയസ്പർശിയായ വാക്കുകൾ കോടിക്കണക്കിന് ഇന്ത്യക്കാരുടെ മനസ്സാണ് കീഴടക്കിയിരിക്കുന്നത്. സഞ്ജു സാംസൺ പറഞ്ഞ ഈ കാര്യങ്ങളോട് നിങ്ങൾ എത്രമാത്രം യോജിക്കുന്നു? നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ തീർച്ചയായും താഴെ കമന്റ് ചെയ്യുക. ഇതിലെ ആവേശവും വികാരവും നിങ്ങളുടെ ഹൃദയത്തിൽ തൊട്ടെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. ഒപ്പം കൂടുതൽ സവിശേഷമായ ക്രിക്കറ്റ് വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.